ഹലോ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഒരു എയർ ഓയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പൊന്നും ഞാനൊക്കെ ഉപയോഗിക്കുന്ന എയർ ഓയിലാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ എൻ്റെ അമ്മയാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങളിപ്പോഴും ഇങ്ങനെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം മൈലാഞ്ചിയാണ് എടുക്കുന്നത്. നമ്മളെ വീട്ടിലിത് മൈലാഞ്ചി ചെറിയ മരമാണ്. കുറച്ച് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്, പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ്. അപ്പോൾ മൈലാഞ്ചിയാണ് ആദ്യം എടുത്തത്. പിന്നെ ഇത് കറ്റാർവാഴ നമ്മൾ മുകളിൽ ടെറസിൻ്റെ മുകളിൽ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ താഴെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ 2 അല്ലി കറ്റാർവാഴ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തുളസിയാണ് എടുക്കുന്നത്. കൃഷ്ണ തുളസി തന്നെ എടുക്കണം കേട്ടോ, അതാണ് നന്നാവുക. നമ്മളെ ചുവന്ന തുളസി ഉണ്ടല്ലോ, അതെടുക്കണം. ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള തന്നെ കേട്ടോ. പിന്നെ കുറച്ച് പേരയില, ഇത് മുടിക്ക് നല്ല കറുപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് പേരയില എടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്പരത്തിയാണ് എടുക്കുന്നത്. പിന്നെ ചെമ്പരത്തി പൂവാണ്, ഇല എടുക്കില്ല. ചെമ്പരത്തി നമ്മളെ വീട്ടിൽ പൂവ് ഉണ്ടായിട്ടില്ല, കുറച്ച് 2 പൂവേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ കറിവേപ്പാണ് എടുക്കുന്നത്. കറിവേപ്പില കുറേ കൊഴിഞ്ഞിന്, കുറച്ചേ ഉള്ളൂ, എന്നാലും നമ്മൾ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഭൃംഗരാജ് കേട്ടോ. ഭൃംഗരാജ്, പിന്നെ കയ്യൂന്നി എന്നൊക്കെ പറയും. ഇതിന് എന്താ കഞ്ഞുണ്ണി എന്ന് പറയും, കയ്യൂന്നി എന്ന് പറയും, ഭൃംഗരാജ് പറയും. ഇതൊക്കെയാണ്. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഇതൊക്കെ. കയ്യൂന്നി, ചെമ്പരത്തി, പിന്നെ തുളസി എല്ലാം കൂടെ മിക്സിങ് ആണിത്. ഏതാ കറ്റാർവാഴ ഉള്ളത്, ഇത് മുറിച്ചതാണ് ഞങ്ങൾ. പിന്നെ പേരയില, ഇതെല്ലാം കൂടെ മിക്സിയിൽ അരയ്ക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് കരിഞ്ജീരകം, കുറച്ച് ഉലുവ, പിന്നെ കുരുമുളക് ഇടുന്നത് നീരിറക്കം ഇല്ലാതിരിക്കാനാണ് കുരുമുളക് ഇടുന്നത്. ഇത് കരിഞ്ജീരകവും ഉലുവയും ഞാൻ ഇന്നലെ തലേദിവസം കുതിർത്തതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കൂടെ അരയ്ക്കുന്നത്. കുരുമുളക് നമ്മൾ അരയ്ക്കാതെ അതിൽ അങ്ങനെ തന്നെ ഇടുകയാണ്. ഇത് നമ്മൾ അരച്ച് ചേർക്കും. ഇത് നീലാമരിപ്പൊടിയാണ് കേട്ടോ, നീലാമരിപ്പൊടി. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഇല നല്ല ഇല കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നമ്മളെ മുടിക്ക് നല്ല കറുപ്പും ഒക്കെ കിട്ടാൻ നല്ല ഉപകരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നീലാമരിപ്പൊടി ഞാൻ ഈ എണ്ണയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആണ് നമ്മൾ അരച്ചത്. പച്ചിലകളും പിന്നെ ഉലുവയും കരിഞ്ജീരകവും നമ്മളെടുത്ത എല്ലാ സാധനങ്ങളും അരച്ചു. പിന്നെ നീലമരിപ്പൊടി മാത്രമേ ഇനി അരയ്ക്കാതെ അത് നമ്മൾ പൊടിയായിട്ട് തന്നെ അതിൽ ചേർത്ത്. പിന്നെ കുരുമുളകും ബാക്കിയൊക്കെ അരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇരുമ്പ് ചീനച്ചട്ടി. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എണ്ണയൊക്കെ കാച്ചുമ്പം എപ്പോഴും ഇരുമ്പ് ചീനച്ചട്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളെ വെളിച്ചെണ്ണ. ഇത് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. 1/2 ലിറ്റർ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ കാച്ചുന്നത്. അപ്പോൾ ചട്ടി ഇതാ നല്ല ചൂടായി വരുന്നുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ നമുക്ക് എണ്ണ കാച്ചാട്ടോ. ഇവിടെ നല്ലെണ്ണ ഉപയോഗിക്കലില്ല, അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് എണ്ണ കാച്ചുന്നത്. നമ്മളിത് ഇളക്കി കൊടുക്കുക. ഇരുമ്പിൻ്റെ ചട്ടക ഉപയോഗിക്കട്ടോ നല്ലത്. ഇത് സ്റ്റീലാണ്, ഇതിൻ്റെ ഇരുമ്പിൻ്റെ ചട്ടകയില്ല. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാം. നമ്മളിത് അരച്ച് വെച്ചത് ഇങ്ങനെ കറുപ്പ് കളറായി വരുന്നുണ്ടോ, അത് നമ്മളതിൽ ഭൃംഗരാജ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഇങ്ങനെ കറുപ്പായി വരുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിത് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിതിങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ വേവിച്ചെടുക്കുക. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ്. നമ്മൾ ഈ കുരുമുളക് ഇതിലിട്ട് കൊടുക്കട്ടെ.
ഞാനിതിൽ ഒരു കാര്യം പറയാൻ മറന്നു. ചെറിയ ഉള്ളി, നമ്മളെ ഈ കൊച്ചുള്ളി ഉണ്ടല്ലോ, അത് ഈ അരക്കണേൻ്റെ കൂടെ അരക്കണത് നല്ലതാട്ടോ. നമ്മളെ താരനൊക്കെ പോവാൻ നല്ലതാണ്. ഇത് ഞാൻ മറന്നുപോയി. അപ്പം ഞാനിത് ചെറുതായി അരിഞ്ഞിട്ട് എണ്ണയിലിടുക ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരുവിധം ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി നീലമരിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. നമ്മളെ എണ്ണേൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. വെന്ത് തുടങ്ങി. ഒരുപാട് വേഗണം. ഓയിൽ സെറ്റായിട്ടുണ്ട്. ഇനി ഗ്യാസൊക്കെ ഓഫാക്കി ചൂടാറാൻ വയ്ക്കാം. ഇതാ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല വെന്തു. ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ കാച്ചി വെച്ച എണ്ണ കുപ്പിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു തുണി വെച്ച് അരിച്ചെടുക്കുകയാണ്. നല്ല കറുപ്പ് കളറ് എണ്ണയാണ്. കറുപ്പും പച്ചയൊക്കെ കൂടെ കലർന്നെടുക്കണം. ഇതാ നമ്മൾ ഇന്നലെ കാച്ചി വെച്ച എണ്ണ കുപ്പിയിലാക്കിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു പച്ചയും മഞ്ഞയും കറുപ്പൊക്കെ കലർന്ന ഒരു കളറാണ്. നല്ല സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും വേറൊരു വീഡിയോയുമായി. ഓക്കെ, ബൈ.